ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു വ്യാജ പോസ്കോ കേസ് കാരണം ഒരു അധ്യാപകൻ 60 ദിവസത്തോളം ജയിലിൽ കിടക്കുന്നു. 3 വർഷത്തിന് ശേഷം വിധി വരികയാണ്. ആൾ കുറ്റക്കാരനല്ല. അതേപോലെ തന്നെ വിധിയിൽ കോടതി പോലീസിനെ പരാമർശിക്കുന്നുണ്ട്. കാസർഗോഡ് ഒരു അധ്യാപകൻ സ്കൂളിന് നേരെ ഒരു സാമ്പത്തിക തിരിമറി തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ തന്നെ 3 പെൺകുട്ടികളെ വെച്ച് പുള്ളിക്കാരൻ പീഡിപ്പിച്ചു എന്ന രീതിയിലുള്ള കേസ് കൊടുക്കുന്നു. ആ കേസിൽ അദ്ദേഹം 60 ദിവസത്തോളം ജയിലിൽ കിടക്കുകയും പിന്നീട് ഇറങ്ങുകയും 3 വർഷത്തിന് ശേഷം വിധി വരികയാണ് ചെയ്യുന്നത്. അതിൽ കോടതി പരാമർശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പോലീസ് നല്ല രീതിയിൽ ഈ കേസ് അന്വേഷിച്ചിട്ടില്ല എന്നും ഒരു വ്യാജ കേസ് തെളിയാനായിട്ട് ഇത്രയും വർഷം എടുത്തു എന്നും അതേപോലെ തന്നെ സമൂഹത്തിൽ നിന്നും അദ്ദേഹത്തിന് ഭയങ്കര ബാഡ് അനുഭവം, നമുക്കെല്ലാവർക്കും അറിയാം. പോസ്കോ കേസിൽ കുട്ടികളെ പീഡിപ്പിച്ചവനാണ്, ഇവനെ സമൂഹത്തിൽ നിന്ന് നമുക്ക് തന്നെ തുടച്ച് നീക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്, മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ്. അതങ്ങനെ മൈൻഡ് സെറ്റ് ഇപ്പം എനിക്കാണെങ്കിൽ തന്നെ അങ്ങ് ഒരു മൈൻഡ് സെറ്റേ വരത്തുള്ളൂ. പക്ഷേ ആൾ ജെനുവിനാണോ, അതോ ആൾ സത്യസന്ധനാണോ, ഇങ്ങനൊരു സാധനം ചെയ്തിട്ടില്ലേ എന്നൊക്കെ നമുക്ക് കോടതി വിധിക്ക് ശേഷമേ അറിയത്തുള്ളൂ. സോ ഇങ്ങനൊരു വ്യാജ പരാതി കാരണം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഒരു 3 വർഷമുണ്ട്. അതിന് നമുക്ക് ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ഗണേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. പുള്ളിക്കാരൻ പുറത്തിറങ്ങിയതിൽ തന്നെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമുണ്ട്. അദ്ദേഹം പുറത്തിറങ്ങി ഇൻ ദ സെൻസ് നിരപരാധിയാണെന്ന് കോടതി വിധിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കരമായ സന്തോഷവും കാര്യങ്ങളും ഉണ്ട്. ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പുള്ളിക്കാരൻ പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന് ജോലി നഷ്ടമായിരുന്നു. അധ്യാപനം എന്ന് പറയുന്ന ഒരു മഹത്തായ ഒരു കാര്യത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സങ്കടം ആയത്. ഇങ്ങനൊരു വ്യാജ പോസ്കോ കേസ് കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടുകാരും നാട്ടുകാരും അദ്ദേഹത്തിന് ഒരുപാട് ക്രൂശിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം ഫൈറ്റ് ചെയ്ത് അറ്റ് ലാസ്റ്റ് അദ്ദേഹത്തിന് നീതി കിട്ടിയിരിക്കുകയാണ്. എനിവേ, ഇതൊരു നല്ലൊരു ന്യൂസാണ്. പല ന്യൂസുകളും ഇദ്ദേഹം പീഡിപ്പിച്ചു അല്ലെങ്കിൽ പോസ്കോ കേസിന് ഇങ്ങനെ ഒരാൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് മാത്രമേ പുറത്തു വിടത്തുള്ളൂ. പക്ഷേ അദ്ദേഹത്തിനെ വെറുതെ വിട്ടു എന്നുള്ള ന്യൂസ് വളരെ ചുരുക്കം ചാനൽ, 1-2 ചാനൽ മാത്രമേ ഞാനത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. എനിവേ, ഗണേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, ഒരു അധ്യാപകന് എന്തായാലും നീതി ലഭിച്ചിട്ടുണ്ട്. എനിവേ, സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ ആൻഡ് മോർ അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.